നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ്, അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് റീഡിംഗ് എടുക്കണം എന്ന് ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് എടുക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള റീഡിംഗ് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മൈൻഡ് കൂളാക്കി വെച്ചിട്ട് പോസിറ്റീവായിട്ടിരുന്നിട്ട് റീഡിങ് കാണും. ലവേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നതാണ് കേട്ടോ. ത്രീ ഓഫ് പെന്റിക്കിൾസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്. നയൻ ഓഫ് വാൺസ് ആണ്. ദ സ്റ്റാർ കാർഡാണ്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ്, നയൻ ഓഫ് പെന്റിക്കിൾസ്, സെവൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്കൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി എന്നുള്ളതല്ല, ഇതൊരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് മറ്റൊരു പേഴ്സൺ കൊണ്ടുപോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ ഇവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴവർ നിങ്ങളോട് അവരുടെ ഇമോഷൻസോ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, എന്തുകൊണ്ട് അവർ മാറി നിന്നു എന്നുള്ളത് സത്യത്തിൽ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. അവരെല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല മറ്റൊരു പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ മാറി നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താണ് ഈ പേഴ്സൺ എന്നിൽ നിന്ന് നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത്, എന്താണ് അതിന് കാരണം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടും ഇവർ പറയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അവരുടെ ഇമോഷൻസ് എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയാതെ ഹൈഡ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിയിലാണ്, ഭയത്തിലാണ്. ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പേടി അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഈ ഒരു പേഴ്സണോട് ഈ ഒരു തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു നെഗറ്റിവിറ്റിയിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിൽ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു പേഴ്സണ് മുൻപോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവരുടെ മനസ്സിപ്പോൾ സ്റ്റെക്കാണ്, എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരണോ വേണ്ടയോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഒരു അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഒരു ജോലിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അതുപോലെ അവർ ഇൻഡിപെൻഡൻ്റ് ആണ് ഈ ഒരു പേഴ്സൺ. ഫിനാൻഷ്യലി കരിയർ വൈസ് ഒക്കെ ഇവർ നല്ല ഉയർന്നൊരു സിറ്റുവേഷനിൽ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഈ പേഴ്സണെ അകറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു പേഴ്സൺ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ അവർ
നയൻ ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നത് ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ പെട്ട ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇവർക്ക് അത്യാവശ്യം അവരുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് കംപ്ലീറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള പഴയ കാലങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയങ്ങൾ എല്ലാം അവരിപ്പോൾ ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ടു ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വിട്ടു പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു സാഹചര്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെയോ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു അകൽച്ചയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷനാണ്. അപ്പോൾ അത് എത്ര അകന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചാലും അത് വീണ്ടും ഇങ്ങോട്ട് തന്നെ പിടിച്ച് വലിക്കുന്നൊരു ടൈപ്പ് റിലേഷൻഷിപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലൊരു പുതിയ തുടക്കം ഉണ്ടാവും. ഓക്കെ, ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇമോഷൻസ് ഇപ്പോൾ ഇംബാലൻസ്ഡ് ആണ്. അത് ബാലൻസിലോട്ട് വരുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇവിടെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അവരൊരു ആക്ഷൻ എടുക്കും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോൾ അവർ എല്ലാ തെറ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കാണിച്ച എല്ലാ തെറ്റുകളും അവർ റിയലൈസ് ചെയ്യും. അതായത് ഇവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇവർക്ക് ലഭിക്കുകയും അവർ പിന്നീട് ഈ റിലേഷൻഷിപ്പിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് ഈ റിലേഷൻഷിപ്പ് എനിക്ക് വേണം, ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സോൾമേറ്റ് കണക്ഷൻ വന്നതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയി പോകുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം നമുക്ക്. തിങ്കിങ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവർ ആലോചിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അവരെത്ര മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലോട്ട് വരുന്നു. എക്സ്പെക്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച്. അതൊക്കെ ഈ തേർഡ് പാർട്ടി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ നശിച്ച ഒരു മൈൻഡ് സെറ്റിൽ അവർ നിൽക്കുവാണ്. അവർ തകർന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. കാരണം അവർ നിങ്ങളെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല ഇവർ നെഗറ്റീവായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഫോർഗീവ് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ഷമ അവർ നിങ്ങളോട് ചോദിക്കും. കാരണം അവർ ഈ ഒരു തേർഡ് പാർട്ടി അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ടൈമിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ പേഴ്സൺ നിങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കുമെന്നാണ് കാണിക്കുന്നത്. കാരണം അപ്പോഴാണ് നിങ്ങൾ നിരപരാധിയായിരുന്നു, നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടില്ല എന്നുള്ളത് അവരപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സോറി പറയും, അല്ലെങ്കിൽ ക്ഷമിക്കാൻ വേണ്ടി ക്ഷമ ചോദിക്കുമെന്നാണ് കാണിക്കുന്നത്. ഹോൾഡ് മീ എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ തെറ്റിദ്ധാരണയുടെ പുറത്ത് പോയതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കാതിരിക്കരുത്. നിങ്ങൾ അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഇൻസ്പിരേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളാണ് അവരുടെ ഇൻസ്പിരേഷൻ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, സൂൺ എന്നാണ് പറയുന്നത്. ഒരു റീയൂണിയൻ അടുത്ത് തന്നെ ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം എന്താണെന്ന് മനസ്സിലാക്കുകയും അവർ തെറ്റിദ്ധാരണ മാറ്റി തിരിച്ചു വരികയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻ്റെ ആയി പോവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം.
പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടൊരു ടൈമിങ്ങിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം വരും. നല്ലൊരു ടൈമിംഗ് ആയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ്റെ ചേഞ്ചസ് വരും. നിങ്ങളുടെ ഭാഗത്തുള്ള ശരി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും എന്നാണ്. സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലോട്ട് പോകും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഫെയിലിയർ ആയിരുന്നു ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്. ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ അറിയും, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെക്കുറിച്ച് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലിൽ എത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്. അവരെ സ്റ്റോപ്പ് ചെയ്യിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ്റെ ടൈം ആയിട്ടുണ്ട്. അതായത് ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ മിസ്ലീഡ് ചെയ്യുന്ന പേഴ്സൺ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു റീഡിങ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്ന ആളുകൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ പി, സെപ്റ്റംബർ 1989. letter Y, letter D, letter V, letter S. 1992, 1996, 1998, ഭരണി, ചോതി, ആയില്യം, വിശാഖം, പൂരുട്ടാതി, 1988, ലെറ്റർ ഓ ലെറ്റർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, രോഹിണി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.